നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വാവ്, നെയ്മർ ജൂനിയർക്കും അതുപോലെ മറ്റ് താരങ്ങൾക്കുമൊക്കെ ആരാധകരുടെ സ്നേഹം. വല്ലാത്തൊരു ആഘോഷത്തിൻ്റെ മൂടായിരുന്നു മാറക്കാനയിൽ. റിയോ ഡി ജനീറോയിലെ മാറക്കാന സ്റ്റേഡിയത്തിൽ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ പനാമയെ 6-2 പരാജയപ്പെടുത്തിക്കൊണ്ട് ആരാധകരോട് വിട പറഞ്ഞിരിക്കുന്നു ബ്രസീലിയൻ ടീം. ഇനി അങ്ങ് US പറക്കലാണ്. ഈ മത്സരം ശരിക്കും പറഞ്ഞാൽ ആഞ്ചലോട്ടി ആവശ്യപ്പെട്ട് നടത്തിയ മത്സരമാണ്. 2 ഫ്രണ്ട്ലി മത്സരങ്ങളും അങ്ങ് US വെക്കാനായിരുന്നു CBFൻ്റെ ആദ്യ തീരുമാനം. പക്ഷേ ആരാധകരുമായിട്ടൊരു ബന്ധമുണ്ടാക്കണം, അവരോടൊരു വിട പറയണം, അതാണ് കോച്ച് ഉദ്ദേശിച്ചത്. ആ വിട പറച്ചിലിൽ കളിക്കാതിരുന്നിട്ടും ആരാധകർ ഏറ്റവും അധികം സ്നേഹം കൊണ്ട് ചെരിഞ്ഞത് നെയ്മർക്ക് മേലാണ്. ആരാധകർ മാത്രമല്ല, എതിർ ടീമിൻ്റെ താരങ്ങളും നെയ്മർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ക്യൂ നിൽക്കുന്ന കാഴ്ച, അത് നെയ്മർക്കൊപ്പം മാത്രമല്ല വിനിക്കൊപ്പവും ഉണ്ടായിരുന്നു. ടണലിൽ വിനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന പനാമ താരങ്ങളുടെ ദൃശ്യം വൈറലാണ്. സോ നെയ്മർ ഐക്കണാണ്, വിനി ലോക ഫുട്ബോളിൽ ആവേശമാണ്. അപ്പം നെയ്മറും വിനിയും ഒക്കെ ചേർന്ന ബ്രസീൽ ടീം അതൊരുപാട് പേർക്ക് പ്രതീക്ഷയാണ്. എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന താരങ്ങളും ടീമുമാണ്. ഇനി എന്ത് സംഭവിക്കും അങ്ങ് US എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഈ കളി 6-2 വിജയിച്ചതിന് ശേഷം ഒരു വിക്ടറി ലാപ്പ് പോലെ, ശരിക്കും പറഞ്ഞാൽ വിക്ടറി ലാപ്പ് എന്നതിന് പകരം സെൻഡ് ഓഫിൻ്റെ ഒരു ലാപ്പ് പോലെ ആരാധകർക്കടുത്തേക്ക് ബ്രസീൽ ടീം ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റി. ആ ചുറ്റുന്ന സമയത്ത് ആരാധകരുടെ ആ ചാൻഡിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട മുഴങ്ങിക്കേട്ട പേര് നെയ്മർ ജൂനിയറുടേതാണ്. അവരുടെ സ്നേഹം മുഴുവനും നെയ്മർക്ക് മേൽ അവർ ചൊരിയുന്നു. അതോടൊപ്പം തന്നെ മറ്റു താരങ്ങൾ വിനിക്കും റയാനും അതുപോലെ പക്കേറ്റക്കുമൊക്കെ വലിയ രൂപത്തിൽ സ്നേഹം ലഭിക്കുകയുണ്ടായി. സോ ആരാധകരോട് അവർ വിട പറഞ്ഞു. ആരാധകരുടെ ഒരു പ്രത്യേക ചാൻഡ് ഉണ്ടായിരുന്നു, ഇറ്റ്സ് എ വാർ, ഇറ്റ്സ് എ വാർ, വേൾഡ് കപ്പ് ഈസ് എ വാർ, നമുക്കത് നേടണം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധമാണ്, വേൾഡ് കപ്പ് ഒരു യുദ്ധമാണ് എന്നുള്ള ആ ഒരു ചാൻഡാണ് വളരെയധികം ആവേശത്തോടു കൂടി ആരാധകർ വിളിച്ചു പറഞ്ഞ് ആ യുദ്ധം ജയിക്കാൻ തങ്ങളുടെ പടയാളികളെ അവർ അനുഗ്രഹിച്ച് അയക്കുകയാണ്, ആനയിക്കുന്നു. ഏതായാലും വേൾഡ് കപ്പിലേക്ക് അവർ പോകുന്നു. ബ്രസീൽ ടീമിൻ്റെ ആ ടീമിനെയും വഹിച്ചുകൊണ്ടുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇന്ന് രാത്രി റിയോ ഡി ജനീറോയിലെ എയർപോർട്ടിൽ നിന്ന് പറക്കും. അങ്ങനെ അത് ന്യൂജേഴ്സിയിൽ ചെന്ന് ലാൻഡ് ചെയ്യും. പിന്നെ അവിടെയാണ് ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പ്. അവിടെ അവർ അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തും. അതിനുശേഷം ജൂൺ 6 ഈജിപ്തിനെതിരെ ഒരു സന്നാഹ മത്സരം കൂടി കളിക്കുന്നത്. അതോടുകൂടി ടീം പൂർണ്ണമായും വേൾഡ് കപ്പിന് സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് ആഞ്ചലോട്ടി ഉള്ളത്. ഏതായാലും വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് നല്ല ഒരുക്കത്തോടു കൂടിയാണ് ബ്രസീൽ വേൾഡ് കപ്പിന് എത്തുന്നത്. ബാക്കി വേൾഡ് കപ്പിൻ്റെ കളി മൈതാനങ്ങളിൽ സാമ്പാ താളം മുറുകുമോ, സാമ്പാ നൃത്ത ചുവടുകളുമായിട്ട് അവർ വീണ്ടും ആരാധകരുടെ ഇടനെഞ്ചിലേക്ക് കൊട്ടിക്കയറുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.